ഹലോ ഗൈസ്, മേക്ക് ടൈം ടു സീ ദ വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന തായ്ലൻഡിലെ നല്ല അടിപൊളി ഉള്ളോട്ടില്ല ഒരു കണ്ടൽക്കാട് നടുവില്ല നല്ല ഗംഭീരമായ ഒരു കായലിൻ്റെ അടുത്താണ് നമ്മൾ. അത് ഫിഷിങ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഫിഷിങ് സ്പോട്ട് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന ആ ഒരു സ്ഥലം നോക്കിക്കട്ടെ, നിങ്ങൾ എന്ത് രസമല്ലേ കാണാൻ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത്. ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് കണ്ട് എനിക്കൊന്നും പറയാൻ കഴിയുന്നു. ഓക്കേട്ടാ, ആരുമില്ല, നല്ല ഗംഭീരമായ വൈബില്ല അടിപൊളി സ്ഥലം. ഓക്കെ, അപ്പോൾ നമുക്ക് കായലിൻ്റെ അടുത്തേക്ക് പോകാം. എന്താ രസമല്ലേ നോക്കിയിട്ട് നിങ്ങൾ. ഇവിടെ കുറേ ഫിഷിങ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, കുറേ വയലും ലോക്കലായിട്ടുള്ള ഒരു സമസാക്കോൺ മാഞ്ചായലിലെ ഒരു സ്പോട്ടാണ് ഇത്. നോക്കിയിട്ട് ഗൈസ്, നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡൊന്നുമില്ല, ചെറിയ ഒരു ഓഫ് റോഡ് സെറ്റപ്പാണ്. നമുക്ക് കാണാൻ പറ്റുമോ? നമുക്ക് നോക്കാം. ഞാൻ ഈ വഴിയൊന്നും ഇതുവരെ വന്നിട്ടില്ല. വളരെ ഫോറസ്റ്റ് ഏരിയ ആണ് ഫുള്ള്. ഈ ഒരു സൈഡ് നമുക്ക് കാണാൻ പറ്റും. കേട്ടോ, മൊത്തത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഓഫീസും കുറേ ഫോറസ്റ്റ് സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്തെങ്കിലും ജീവികളോ അല്ലെങ്കിൽ നരിയോ സിംഹമോ എല്ലാം വരുമോ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഗൈസ്, നമ്മളങ്ങനെ കൊടും കാടിന് നടുവിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡെല്ലാം ഇവിടുന്ന് എൻ്റെ എന്നാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. അറിയില്ല, നോക്കി നോക്കാം. വല്ല പാമ്പുകളോ വല്ല സിംഹമോ വല്ല ആനയോ എലിഫൻ്റെല്ലാം ഉണ്ടോ നമുക്ക് നോക്കി നോക്കാം. വിജനമായ കാട്ടിലേക്കൂടിയുള്ള ഒരു കായൽ തേടിയുള്ള യാത്രയാണ്. പൂ നോക്കിയട്ടെ, നോക്കട്ടെ. കാട്ടിൽ ഫോറസ്റ്റിൽ മാത്രം കാണപ്പെടുന്നൊരു നല്ല രസമുള്ളൊരു പൂലം കണ്ട, നല്ല രസമാണ്. അടിപൊളി ആടാ. ഈ ഒരു ഇത് നോക്കിയട്ടെ, ഞാൻ ഇവിടെ ഒരു സംഭവം കാണിച്ചു തരാം. കാടിന് നടുവിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ചെറിയ തായ്ലൻഡിലെ ഒരു ഭയങ്കരമായ ഒരു സെറ്റപ്പാണ് ഇത്. നമ്മളിങ്ങനെ കാട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ ഈ കാടിൻ്റെ സൈഡിലല്ലോ ഒരു ചെറിയൊരു അമ്പലത്തിൻ്റെ സെറ്റപ്പിൽ ഇവരിങ്ങനെ കുറേ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു അവർ ഐതിഹ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇങ്ങനെ സംഭവങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എന്തെല്ലാം ചെറിയ കായലുണ്ട് കേട്ടോ. നോക്കിയട്ടെ, നല്ല വൈബിൽ ഇത് കാണാം. അങ്ങനെ നമ്മൾ ആ ഒരു ചെറിയ കായലിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. കണ്ടോ, ഒരു കാടിന് നടുവിലാണ് ഈ ചെറിയ കായലുള്ളത്. ഞാൻ വിചാരിച്ചതുപോലെ ഒരു വലിയ സംഭവമൊന്നും ഇവിടെ കാണുന്നില്ല. പക്ഷെ നല്ലൊരു വൈബുള്ള സ്ഥലം. കണ്ടതാ, നോക്കിക്കട്ടെ, നല്ല സ്ഥലമാണ്. ഈ ഒരു ഏരിയയിൽ ആരുമില്ല, നല്ല പ്രകൃതി ഭംഗിയേറിയ മനോഹരമായൊരു സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്കിത് പറയാൻ പറ്റും. ഉണ്ടോ, ഇവിടെ നമുക്ക് ഫിഷ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫിഷിംഗ് സ്പോട്ടിൽ വേണമെങ്കിൽ ഫിഷ് ചെയ്യാം. ഉണ്ടോ, നല്ല ഇതിലാണ്. മീനെല്ലാം ഇങ്ങനെ തുള്ളുന്നുണ്ട്. എനിക്കൊന്ന് മീനുണ്ട്. കണ്ടോ, ഒരു നിമിഷം ഞാൻ ഒച്ചയില്ലാണ്ട് നിൽക്കുകയാണ്. നല്ല ചെറിയൊരു ഭയാനത ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു കാട് പോലത്തെ ഏരിയ ഉണ്ടോ. ഇവിടെ കുറേ വീടുകളിലുണ്ട്. കണ്ടോ, ഇവിടെ ആരും താമസമുണ്ട്. കണ്ടോ, വീടുണ്ട് ഇവിടെ. ഒരു കാടിന് നടുവിലൊരു ചെറിയൊരു വീട്. ഞാൻ സൂമിൽ കാണിച്ചാൽ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. കണ്ടോ, നമ്മളില്ലേ ഇതിന് മുന്നേ ഈ ഒരു ഏരിയയിൽ വന്നിരുന്നു. കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏരിയ ഫുള്ള് കണ്ടൽക്കാടിൻ്റെ ഏരിയ ഉണ്ട്. ഇവിടെ ക്ലോസ്ഡ് ആണ്. കേട്ടോ, 8:30 മുതൽ 6 മണി വരെ ആണ് ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം വരുന്നത്. ഇവിടെ എന്തെല്ലോ സംഭവങ്ങളുണ്ട്, ജീവികളല്ല, കുറച്ച് ഫോറസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്കിവിടെ കാണാൻ പറ്റുമോ? കണ്ടോ, വണ്ടിയുടെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഗേറ്റ് ഇവിടെ പൂട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ഫിഷും മറ്റുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിന് മുന്നേ ഒരു വ്ളോഗ് ഇട്ട് ചെയ്തിരുന്നത് ഇവിടെ കണ്ടൽക്കാട്ടിൽ. അതായത് ഇത് സീ സൈഡാണ്, അതായത് കടലിൻ്റെ സൈഡായതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഇങ്ങനെ ഈ കാട്ടിൻ്റെ നടുവിലേക്ക് കൂടി നമുക്ക് നടക്കാനൊരു ഏരിയ ഉണ്ട്. നടന്നിട്ട് ഒരു ബീച്ചിലേക്കാണ് പോകാൻ പറ്റുമോ. പക്ഷേ ഇപ്പോൾ മഴയിലായതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ജസ്റ്റ് ഈ വഴി വന്നിട്ട് ഞാൻ ഈ ഒരു സംഭവങ്ങൾ കാണിച്ചെന്ന് മാത്രമേ. കണ്ടോ, ഇവിടെ കണ്ടത് ഫുള്ള് ഇത് കണ്ടൽ ചെടികളാണ്. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഗേറ്റിലും വെച്ചിട്ടുള്ള ചെടികളാണ്. ഇപ്പോൾ വണ്ടി ഇവിടെ ഉണ്ട്. നല്ല വൈബല്ലേ, ഗംഭീര സ്ഥലമല്ലേ ഇത്. ഓക്കെ, നമ്മളെ ചാനലിൻ്റെ ലോഗോയിൽ ഒട്ടിച്ചിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്നാലും നമുക്ക് പോവാം. ഈ പോകുന്ന വഴിക്ക് ശരിക്കും ഒരു ഫോറസ്റ്റിൻ്റെ ഏരിയ ആണ്. നോക്കിക്കട്ടെ, നല്ല വൈബില്ല സ്ഥലമാണ്. ചെറുതായിട്ട് മഴയെല്ലാം പെയ്യുന്നുണ്ട്. സൈഡിലാണെങ്കിൽ നല്ല കായലും എന്താ സംഭവം എന്ന് അറിയില്ല. നല്ല രസമുണ്ട് കാണാൻ ഈ സൈഡ്. നോക്കിയിട്ട് അപ്പം നമ്മൾ ആടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ലോക്കലായിട്ടുള്ള ഒരു കുറേ നായ്ക്കളുണ്ട് കേട്ടോ. കുറേ സ്ട്രീറ്റ് ഉണ്ട് കേട്ടോ. ഈ ലോക്കൽ സ്ട്രീറ്റ് ഞാൻ കാണിച്ചു തരാം.
എന്തെല്ലോ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഉണ്ടോ. ഇവിടെ ഒരു വലിയൊരു അമ്പലമുണ്ട് കേട്ടോ, ഭയങ്കര ബടാ അമ്പലം ഉണ്ടോ. ഇതൊക്കെ ഒരു ജ്യൂസ് കടയുണ്ട് ഉണ്ടോ, നല്ല അടിപൊളി ജ്യൂസ് കട, സൂപ്പർ വൈബിൾ ജ്യൂസ് കട കാണുന്നുണ്ട്. എന്തെല്ലോ സംഭവങ്ങളുണ്ട് കേട്ടോ ലോക്കലായിട്ടുള്ള. ചെറിയ ചെറിയ ഒരു കുട്ടി നായനൊക്കെ ഇട്ട് ലോക്കലായിട്ടുള്ള ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ആണ് ഉണ്ടോ. ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളുണ്ട് കേട്ടോ. അധികം ഉണ്ടോ, ഇവരെന്തെല്ലോ ഉണ്ടാക്കുന്നുണ്ടോ ലോക്കലായിട്ടുള്ള മാർക്കറ്റിൽ എന്തെല്ലോ സംഭവം ഉണ്ടോ. എനിക്ക് കയറായേക്കാം, എനിക്ക് കയറായി എന്തോ ലോക്കലായിട്ടുള്ള സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ചിക്കൻ പൊരിക്കുന്നുണ്ട്. അല്ലേ അമ്പലത്തിൻ്റെ സൈഡിലെല്ലാം നമുക്ക് ഒരുപാട് പിന്നെ ചെറിയ ചെറിയ എന്തെല്ലോ സംഭവങ്ങൾ ഇതാ. ഈ പഴത്തിന് കണ്ടോ, ഇത് കണ്ടോ, പിന്നെ പഴത്തിനെ കൊണ്ട് എന്തോ ഉണ്ടാക്കുന്നൊരു ഇത് ഫുഡ് ഐറ്റം ഉണ്ടോ. കണ്ടോ പഴം പാക്കഡായിട്ട് വെച്ചിട്ടുണ്ടോ, എന്നിട്ട് തേങ്ങയിലിട്ട് തിന്നാൻ പറ്റുന്ന തരത്തിലുള്ള ഫുഡ് ഐറ്റം ഉണ്ടോ. എന്താ പറയുക, ഈസി ഭാഷ കൂവായി ചമ കൂവായിൻ്റെ ഐറ്റം കാണുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ കുറേ ബന്ന് പോലത്തെ കണ്ടോ, ബന്ന് എന്തോ സംഭവം ഉണ്ടോ, ബന്ന് എന്തെല്ലോ ഐറ്റംസ്. ഇതാ നമ്മളെ മത്തിയില്ല ഉണ്ടോ, അധികം നമ്മുടെ മത്തി മീനിങ്ങനെ പൊരിച്ചിട്ടുള്ള എന്തോ ഒരു ഐറ്റം ഫുഡ് ആയിട്ടാ. ഇവിടെ ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എന്തോ ആൾക്കാർ വെക്കുന്നുണ്ട്. സ്റ്റീക്ക് അല്ലേ, സ്റ്റീക്ക് ചമേ, സ്റ്റീക്ക് എന്തോ സ്റ്റീക്ക് പോലത്തെ സംഭവം ഉണ്ടോ. നിങ്ങൾ കായ് അനിയറേ പോക്ക് ചമേ പോർക്ക് വേണ്ട, പോർക്കിൻ്റെ എന്തോ സംഭവമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. സൈഡിൽ വലിയൊരു അമ്പലം ഉണ്ടോ, നിങ്ങൾ നോക്കിയിട്ടെ, ഭയങ്കര പടാ ഒരു അമ്പലം നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. തായ്ലൻഡിൽ നമുക്ക് എവിടെ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള വലിയ വലിയ ലോക്കലായിട്ടുള്ള അമ്പലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട്. ഇതിൻ്റെ അകത്ത് കയറ്റാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷേ ഇവിടെ നല്ല വൈബുണ്ട്. ഇവിടെ കണ്ടോ ഒരുപാട് ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട്, എന്തെല്ലോ സംഭവങ്ങളുണ്ട് കേട്ടോ. ലോക്കൽ ചെറിയ കുട്ടിയതാ, ചേറായി ചെറിയ കുട്ടി വാവേതാ ചേറേക്കാ നാരാക്കി കുറേ ബൈക്കേഴ്സിനെ വന്നിട്ട് എന്തല്ലോ കണ്ടോ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, ബൈക്കേഴ്സ് ഉണ്ട്. ഇവിടുന്ന് നല്ല അടിപൊളിയായിട്ടൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് കുടിക്കാന്ന് വെച്ചുകൊണ്ട് ഇവിടെ ഒരു ജ്യൂസ് ഇവിടെയുണ്ട്. പാഷൻ ഫ്രൂട്ട് ഇവിടെ പാഷൻ ഫ്രൂട്ട് ഉണ്ട്, മാംഗോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ബനാന ഉണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട്. അനിയാവണം ചായ ഇതോടെ കുറേ ഐറ്റംസ് ഉണ്ട്. അത് ജ്യൂസിൻ്റെ ഒരു ശേഖരണം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. ഉണ്ടോ കണ്ടോ, സ്ട്രോബെറി മറ്റുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നമുക്കിവിടെ ഉണ്ട്, ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. എന്തായാലും പെണ്ണുങ്ങൾ ജ്യൂസ് അടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. സംഭവമില്ല, ഇവിടെ ഇല്ല ജ്യൂസിൻ്റെ ഐറ്റംസ് ആണ് ഇവിടെ കണ്ടോ. പാഷൻ ഫ്രൂട്ട്, സ്ട്രോബെറി, പൈനാപ്പിൾ. ഈ സൈഡിലാണെങ്കിൽ നമ്മളെ ഒരു ചിക്കൻ്റെ ഇതില്ലേ, കൗമൻ കായ് എന്ന് പറയാം. ചിക്കൻ്റെ ഒരു റൈസ് പോലത്തെ സംഭവമാണിത് കണ്ടോ. ഇവിടെ ഇങ്ങനെ പിള്ളേരുണ്ടാക്കി നമുക്ക് കാണാൻ പറ്റും. അധികം കണ്ടോ കൗമൻ കായ് കണ്ടോ. കൗമൻ കായ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു വെന്ത ചിക്കണും വേവിച്ച ചിക്കണും പിന്നെ അതിൻ്റെ റൈസിൽ ഇട്ടിട്ടുള്ള ഒരു ഐറ്റമാണിത്. പക്ഷെ നല്ല ഗംഭീരമായ ഒരു സംഭവമാണ് ഈ ഒരു ഫുഡാണ്. സാധാരണ തായ്ലൻഡിലെ ലോക്കലായ ആൾക്കാർ അധികം കണ്ടോ കഴിക്കുന്നൊരു ഭക്ഷണമാണിത്. ഞാൻ ഇവിടുന്ന് ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാരുടെ ക്യൂ വന്നിട്ടുണ്ട്. കണ്ടോ ലോക്കലായ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാൻ പറ്റും. കണ്ടോ ഇതുണ്ടോ, ഇതെല്ലാം ചിക്കൻ. അനി കായ് ചമേ കായ് അനി ചേറെ കും ചമേ കും അനി കും ചമേ അനി പ്ലാ ചമേ കും അനിക്കോ കായ് ചമേ. ഇത് നമ്മുടെ ചിക്കൻ്റെ ഐറ്റമാണ്. ഇത് നമ്മളെ മറ്റേ
അല്ലോ ചോമേ ചീറയോ ചിക്കോയ് ആണ്. ചെറിയ ഷോപ്പിൽ നല്ല വൈബലായിട്ടുണ്ട്. ഇതിലൊരു ചെറിയ ഷോപ്പുണ്ട്, നല്ല രസമുണ്ടാണ്. ഈ ഏരിയയിൽ ഇവിടെയുണ്ട് കേട്ടോ. ഈ സൈഡിൽ നമുക്ക് ഒരുപാട് ഭക്ഷണം നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഫിഷും ചിക്കനും വെണ്ടയ്ക്കെല്ലാം കണ്ടോ. നിങ്ങൾ വെണ്ടയ്ക്കല്ലോ പിന്നെ ഗ്രില്ല് ചെയ്തിരുന്നൊരു സെറ്റപ്പ് ഉണ്ട്. വെണ്ടക്ക, ഫിഷ്, ചിക്കണ്. ഇത് നമ്മളെ കൂണുണ്ട്, കൂണ്. അനി മൂച്ചമേ മൂവാ അനി പ്ലാച്ചമേ കണ്ട, പ്ലാ, ചിക്കണ്, മൂന്നാണ് പോർക്ക്. പിന്നെ ആട് കണ്ടോ വേവിച്ച് തരുന്നുണ്ടോ. ഈ ഒരു സ്ഥലത്ത് നമുക്ക് വേവിച്ച് തരുന്ന കാണാൻ പറ്റും. ഉണ്ടോ, ഇത് നല്ലൊരു വൈബല്ല ഉണ്ടോ. ഇവിടെ ഇതാ ഇവരിങ്ങനെ ഇതെല്ലാം കണ്ടോ, ആ ഒരു സോസിൽ മിക്സ് ചെയ്യുന്ന സംഭവമാണ് നമുക്കിവിടെ കാണാൻ പറ്റും. അത് അടിപൊളിയായിട്ട് സോസ് മിക്സ് ചെയ്തിട്ട് അപ്പുറത്ത് ആ പെണ്ണിങ്ങനെ വേവിച്ച് തരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ, ചെറിയൊരു അമ്പലം. അമ്പലത്തിൻ്റെ വീഡിയോ കൂടി ഞാൻ എടുത്ത് കാണിച്ചേക്കാം കേട്ടോ. ഒരു ചെറിയൊരു ബുദ്ധക്ഷേത്രമാണ്. സാധാരണ അമ്പലങ്ങൾ നമ്മൾ കാണുന്ന പോലെ തന്നെയല്ല, കുറേ കടന്ന ബുദ്ധനും ഇരുന്ന ബുദ്ധനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കണ്ടോ. ഇതാ ഡായ്ച്ചമേ വീഡിയോ ഡായ്ച്ചമേ ഡായന ഡായ്ച്ചമേ നല്ല സുഖമുണ്ട്. കറുത്ത നിറത്തിലുള്ള ഒരു ബുദ്ധ പ്രതിമ നമുക്കിവിടെ കാണാൻ പറ്റും കണ്ടോ. ഈ ബുദ്ധക്ഷേത്രത്തിലെല്ലാം നമുക്ക് എന്നെ വീഡിയോ അലൗഡാണ്. കാരണം ഷൂട്ടിന് ചെരുപ്പ് അയക്കണം. ചെരുപ്പ് അയച്ച് നമുക്ക് അകത്തെല്ലാം കയറാൻ പറ്റും. ഞാൻ അകത്ത് കയറുന്നില്ല, ജസ്റ്റ് ഞങ്ങളെ പുറമേ എല്ലാ കാഴ്ചകൾ കാണിച്ചത് മാത്രമേ കണ്ടോ. ഉണ്ടോ, നല്ല ഗംഭീരമായൊരു ക്ഷേത്രം കണ്ടോ. ഓക്കെ അപ്പം ഞാൻ അകത്ത് കയറുന്നില്ല. അപ്പോൾ പുള്ളി പറഞ്ഞ് അകത്ത് കയറിയിട്ട് വേണമെങ്കിൽ വീഡിയോ എടുത്തെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അടിപൊളിയായ ക്ഷേത്രം കണ്ടോ. അമ്പലത്തിൽ അകത്ത് കയറിയില്ല. അകത്ത് കയറണമെങ്കിൽ ഷൂ വയ്ക്കണം. അതുകൊണ്ട് അകത്ത് കയറിയില്ല. നമ്മുടെ ഒരു ജ്യൂസ് പറഞ്ഞു. അപ്പോൾ ജ്യൂസ് കട ജ്യൂസ് റെഡി ആയിട്ടില്ല എന്നുകൊണ്ട് ഇവിടെ ഇവരെല്ലാം മിക്സ് ആക്കിയിട്ടില്ല. എന്തൊരു ജ്യൂസ് ഉണ്ടായിട്ട് അതിന് പോംച്ചമേ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി സംഭവമായിരിക്കും വിചാരിക്കുന്നു. നോക്കാം പറയാം. സാംസി ഭാവ കണ്ടോ, ഇതാണ് നമ്മളെ ജ്യൂസ് ഉണ്ടോ. അടിപൊളി ജ്യൂസാണ് അത്. ഇതാണ് കണ്ടോ, ഇതാണ് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ജ്യൂസ് കണ്ടോ. 35 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 80 ഇന്ത്യൻ രൂപയാണ് ഇതിൻ്റെ പൈസ എന്ന് പറയുന്നത്. ഒന്ന് കുടിച്ചോ നോട്ടെ, ടേസ്റ്റ് എങ്ങനെ ഇട്ട് നോട്ടെ. നല്ല പൊളിയുണ്ട്, അടിപൊളി ജ്യൂസ്. ഇത് വലിയൊരു ഷിപ്പായിട്ടുണ്ട്. ആ ഷിപ്പ് എന്ന് പറയുമ്പോൾ ഷിപ്പിൻ്റെ വാട്ടർ ലെവലാണ് നമുക്ക് ഈ നമ്പർ 6 നമുക്കിവിടെ കാണാൻ പറ്റും കണ്ടോ. ഗംഭീരമായൊരു കണ്ടോ നല്ല രസമുണ്ടാണ് അല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് കപ്പലിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. നല്ല രസമാണ്. അതിൻ്റെ കയറിൽ നോക്കിയിട്ട് കയറിലൂടെ കെട്ടിയിട്ടുള്ളത് ഉണ്ടോ. വാവ്, സൂപ്പർ അല്ലേ. കപ്പലിൻ്റെ ലൈറ്റെല്ലാം ഇട്ടിട്ടുണ്ട്. രാത്രിയാകുമ്പോൾ ലൈറ്റിൽ തെളിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്കൊന്ന് കപ്പലിൽ എടുക്കാൻ പോകാൻ തോന്നുന്നുണ്ട്. എനിക്കറിയില്ല ഇത് പോകുന്ന കപ്പലാണെന്ന് അറിയില്ല. നല്ല തിരുമ്പലം പിടിച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഇതാ. അപ്പോൾ ആ സൈഡിലെല്ലാം കുറേ കപ്പലുകൾ നമുക്കിവിടെ കാണാൻ പറ്റും കണ്ടോ. ഈ ഒരു ഏരിയയിൽ മൊത്തം കപ്പലിൻ്റെ ഒരു സ്ഥലം തന്നെയാണ്. എനിക്കൊന്ന് നല്ല ആഴമുള്ള ഏരിയ ആണ് കേട്ടോ. നല്ല ആഴമുണ്ടാകുന്നുണ്ട്. ആ സൈഡിലെല്ലാം നല്ല കുറേ ഫിഷിംഗ് ബോട്ടുകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. വാവ്, അടിപൊളി. നമ്മുടെ നേരത്തെ വന്ന അമ്പലം ആ സൈഡിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല വില്ലേജ് കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വൈഭവ് സൈനിങ് ഓഫ്.